അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നതാ ഒരു 8:30 ആയപ്പോൾ തന്നെ രാവിലത്തെ അംഗപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചോറായി, കറിയായി. കറിയില്ല, 2 വിധം ഉപ്പേരികളാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് തിളപ്പിച്ചാറിയ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ. അപ്പം ഒരു 8:30 ആയപ്പോൾ തന്നെ ഒരുവിധം പണികളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അലക്കിയിടലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ നല്ല കുട്ടിയാണ്. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണീച്ച് പിന്നെ വീഡിയോ എടുക്കലില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച മാതിരി പെട്ടെന്ന് പണികൾ തീർക്കാൻ പറ്റും. വീഡിയോ എടുക്കുന്ന സമയത്ത് പിന്നെ അവിടെ ക്യാമറ വെച്ച് ഇവിടെ ക്യാമറ വെച്ചിട്ട് നമുക്ക് എക്സ്ട്രാ ടൈം വേണ്ടി വരും. പിന്നെ പാത്രം കഴുകൽ അങ്ങനെയുള്ള ഒരുവിധം പണികളൊക്കെ 8:30 ആയപ്പോഴത്തേനും കഴിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ നേരത്തെ അടുക്കള പണികൾ കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ പുറത്ത് കുറച്ചൊരു ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ചെയ്ത് തീർക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഈ ഒരു ഏരിയ ആണ് കേട്ടോ ശരിയാക്കാനുള്ളത്. ഇവിടെ വലിയ അധികം ഒരുപാട് അങ്ങോട്ട് ക്ലീൻ ചെയ്യാനൊന്നുമില്ല, പക്ഷേ അവിടെ കുറച്ച് കാടും പൊന്തകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയെടുക്കാം. ഇടയ്ക്ക് ഇങ്ങനെ ഞാനൊന്ന് മുറ്റത്ത് കൂടെ ഒക്കെ ഒന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് ഇങ്ങനെ ഒന്ന് ക്ലീനാക്കി എടുക്കലുണ്ട് കേട്ടോ. എപ്പോഴൊന്നും അതിന് പറ്റൂല. പറ്റാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ അതാ വരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ അവസ്ഥ. അപ്പം ഞാൻ സെലിമോന് വന്നപ്പോൾ പിന്നെ വേഗം എടുത്തത് അവിടെ അവസാനിപ്പിച്ച് കൈ കഴുകി അവനെടുത്തു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സമയമൊക്കെ അവൻ്റെ കൂടെ ഒന്ന് ഇരുന്ന് അപ്പോൾ പിന്നെ അവന് ഉറങ്ങിയതിന് ശേഷമാണ് കേട്ടോ ബാക്കി പരിപാടികൾ വന്നിട്ട് എടുക്കുന്നത്. അപ്പോൾ അവിടേക്കുള്ള പുല്ലൊക്കെ ഒന്ന് പറിച്ച് കളയുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പണിയാണ്. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതുമാണ്. എനിക്ക് ക്ലീനിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലോണം ക്ലീൻ ചെയ്ത് അതിങ്ങനെ ആ ഒരു നല്ല രീതിയിൽ കാണാനൊക്കെ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ എപ്പോഴൊന്നും എല്ലായിടും ക്ലീനായി നിൽക്കലൊന്നും നടക്കുന്ന കാര്യമല്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കാന്താരിമരമുണ്ട്, അതിനെ ഞാനൊന്നും ചെയ്തിട്ടില്ല, അതേപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള പുല്ലും വള്ളികളൊക്കെയാണ് ഞാൻ വലിച്ച് ഇടുന്നത്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് എന്താ വെച്ചാൽ ക്ലീനിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും എപ്പോഴും എല്ലാവരും ക്ലീനാക്കി വെക്കാനൊന്നും പറ്റില്ല. നമ്മൾ മനുഷ്യന്മാർ തന്നെയല്ലേ, എല്ലായിടും ഓടിയെത്തൂല, അത് വേറൊരു കാര്യം. പിന്നെ പറ്റുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ക്ലീനായി ഇങ്ങനെ കാണുമ്പോൾ ഒരു നല്ലൊരു ആശ്വാസമാണല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ കുറേ ആയിട്ടോ ക്ലീനാക്കിയിട്ട്. പിന്നെ അധികം ഒന്നും പുല്ലില്ലാത്തത് എന്താ വെച്ചാൽ മുറ്റടിച്ച് വരുമ്പോൾ കണ്ണിൽ പെടുന്നതൊക്കെ പെട്ടെന്ന് അങ്ങനെ പറിച്ച് കളയുന്നത് കൊണ്ടാണ് കേട്ടോ അധികം പുല്ലും ഒന്നുമില്ലാത്തത്. അവിടെ കുറച്ച് കട്ടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. ഇത് നമ്മുടെ അടുപ്പൊക്കെ നമ്മൾ പുറത്താണല്ലോ അടുപ്പ് കൂട്ടുക, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കട്ടകളാണ് കേട്ടോ. അത് അവിടെ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇനി ഒന്നും കൂടി ഒന്ന് മഴയൊക്കെ ഒന്ന് ഒഴിഞ്ഞ് വേനലാകുമ്പോൾ നമുക്ക് പുറത്തൊക്കെ വെച്ചിട്ട് അടുപ്പൊക്കെ കത്തിക്കണം. അപ്പോൾ അതിനുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചു കേട്ടോ. ഇനി നമ്മുടെ ഈ ഇലകളൊക്കെ ഇലകളും പുല്ലുകളൊക്കെ ഒന്ന് നമുക്ക് അവിടെ തൊടുവിൽ കൊണ്ടുപോയി കൂട്ടാം. എന്നിട്ട് ഒന്ന് കത്തിച്ചെടുക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈ ഒരു ചെറിയ ഏരിയ ക്ലീൻ ആക്കൽ കഴിഞ്ഞു കേട്ടോ. ആ സമയത്താണ് നമ്മുടെ നഴ്സറിയിൽ നിന്ന് ജാഥ വന്നത് കേട്ടോ. അന്ന് ശിശുദിനത്തിൻ്റെ അന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഞാൻ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് എത്തിക്കണം കേട്ടോ. ഇത് നമ്മളെ പെരൻ്റെ ബേക്കിലുള്ളൊരു സ്ഥലമാണ്. ഇവിടെ കുറച്ച് വിറകുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഉണങ്ങിയിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് ഞാൻ വിറകെടുക്കലുണ്ട് കേട്ടോ. അന്നന്ന് കത്തിക്കാനുള്ളത് വേഗം വന്നിട്ട് ഒടിച്ചങ്ങനെ പോകലാണ്. മൊത്തമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്നാൽ അതൊക്കെ ഒന്ന് വെട്ടി ഒടിച്ച് ഇവിടേക്ക് ഒന്ന് അടിച്ചു വാരി റെഡിയാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പരിപാടി. ഇനിയിപ്പോൾ ഞാനിങ്ങനെ കാല് വെച്ച് ഒടിക്കുന്നത് കാണുമ്പോൾ ചിലർക്കൊക്കെ ഇടങ്ങേറാവും, എന്തിനാ അത്ര കഷ്ടപ്പെടുന്ന, ഒരു കത്തിയൊക്കെ എടുത്തൂടെ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. ഇവിടുത്തെ കത്തിക്ക് കുടിയില്ല ഒന്ന്, പിന്നെ മൂർച്ചമല്ല കേട്ടോ. അതുകൊണ്ട് വെട്ടണ സമയം കൊണ്ട് എനിക്കിൻ്റെ കാലാണ് അതിലേറെ മൂർച്ച ഉള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ വേഗം ചെറിയ ചുള്ളികളായതുകൊണ്ട് നല്ല ഉണങ്ങിയതുകൊണ്ട് അധികം കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം
കാലുകൊണ്ട് പറ്റാത്തതാണ് ഞാനത് അങ്ങോട്ട് മാറ്റിയിടുന്നത് കേട്ടോ. അപ്പം ഇനി ഞാനിവിടേക്ക് ഒന്ന് ഇതെല്ലാം അതൊന്ന് ഒടിച്ച് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ടോ? മഴ പെയ്യണതാണ് കേട്ടോ, അപ്പോൾ ഒന്ന് ക്ഷമിച്ചളി. അപ്പം നമ്മളെ വിറകൊക്കെ ഒന്ന് ഒടിച്ച് കഴിഞ്ഞു. പിന്നെ ഞാനത് എടുത്തിട്ട് കൊണ്ടുപോയി വെക്കുന്നത് നമ്മളെ പുതിയ പെരൻ്റെ ഉള്ളിലാണ് കേട്ടോ. ചെതിൽ പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താ അവളെ പുതിയ പെരിക്ക് കയറി കൂടണമെന്നില്ലേ, പഴയ പെരി തന്നെ കുത്തിർക്കാനാണോ പൂതി? ഇങ്ങനെ കമൻസ് വരലുണ്ട്. പുതിയ പെരിക്ക് കയറണം ഇൻഷാ അള്ളാ. ഇപ്പോൾ പണികളൊന്നും നടക്കണില്ല. നമുക്ക് വയറിങ്ങിൻ്റെ പണി ഉടനെ എടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് കടങ്ങൾ ഇതിൽ വാർത്തിട്ടിൽ തന്നെ കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു മുട്ടത്തിരിവിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇൻഷാ അള്ളാ എന്തായാലും തുടങ്ങണം. അപ്പോൾ നമ്മളെ വിറകൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ഈ ബാത്റൂമിൻ്റെയൊക്കെ ബാക്കിലായിട്ട് കുറച്ചധികം പുല്ലുകളുണ്ട്. അപ്പോൾ അത് പറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കുറേ ദിവസമായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നതാണ്. പക്ഷേ അകത്തത്തെ പണികളൊക്കെ കഴിയുമ്പോൾ തന്നെ ഒരു 2 മണി 3 മണിയാകും. പിന്നെ ഇതിന് നിന്നാൽ അന്നത്തെ ദിവസം പിന്നെ വേറെ ഒന്നിനും സമയം ഉണ്ടാവില്ല. ചില ദിവസങ്ങൾ സിനിമോനെ ഉറങ്ങുന്നല്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതിലൊന്നും നിൽക്കാൻ പറ്റൂലല്ലോ. അപ്പം അതിൻ്റെ അടുക്ക് അവിടെ പോയിട്ട് തൊള്ളയും കാട്ടി നിൽക്കുന്നത് എന്താ വെച്ചാൽ, നഴ്സറിയിൽ ജാഥ പോയി എന്ന് പറയില്ലേ, അതിതാ തിരിച്ച് റിട്ടേൺ വരുന്നുണ്ട് കേട്ടോ. അപ്പം അതാണ് അവിടെ ഇങ്ങനെ ഒന്ന് നോക്കി നിന്നത്. ആ കുട്ടികൾ വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ പോണത് കാണുമ്പോൾ ഒരു ഇഷ്ടമാണല്ലോ. സാധാരണ എല്ലാ ശിശുദിനത്തിനായാലും പ്രവേശനോത്സവത്തിനായാലും ഒക്കെ ഒന്ന് തൊട്ടടുത്ത് നഴ്സറി ആയതുകൊണ്ട് നമ്മളിങ്ങനെ പോയി നോക്കലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ പോയിട്ടൊന്നുമില്ല ഞാൻ. പിന്നെ എനിക്ക് കുറേയധികം പണികളുള്ളത് കൊണ്ടും സിനിമോൻ ഉറങ്ങായത് കൊണ്ടും ഞാൻ പോയി ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു കൊല കണ്ടപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്ന് വിചാരിച്ചെടുത്തതാണ്. ഇത് നമ്മളോടത്തെ കൊലയില്ല, ഇതാ തൊട്ടപ്പുറത്തെ പറമ്പത്തെ കൊലയാണ് കേട്ടോ. അപ്പം ഞാനിതാ ഇവിടെ ഏകദേശമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിരിക്കുന്നു. എന്നാലും അവിടെ ഇവിടെയും പുല്ലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് അങ്ങോട്ട് ഫുൾ ക്ലീൻ ആകാനായിട്ട് നിന്നിട്ടുമില്ല. ഒരുവിധമൊക്കെ ഞാൻ പറിച്ച് ക്ലീൻ ആക്കിയിരിക്കണേ. അപ്പം ഇനി ഇവിടേക്ക് ഒന്ന് അടിച്ചു, കാരണം കുറേ ഇലകളൊക്കെ ചാടിയതൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പിന്നെ എൻ്റെ ഒരു സൈക്കോ സ്വഭാവമാണ് കേട്ടോ. ആ ഒരു പച്ചക്ക് തന്നെ പുല്ല് കത്തിക്കുക എന്നുള്ളത് നിർബന്ധിച്ച് കത്തിക്കുകയാണ് കേട്ടോ. കുറച്ച് ഉണങ്ങിയ ഇലകളും ഒക്കെ ഉണ്ട്. ഇനിയിത് ഞാനിതിവിടെ ഇട്ട് പോയാലുള്ള അവസ്ഥ എന്തേക്കായിരുന്നു, കോഴികളാണ് വന്നിട്ട് ഇത് ഫുള്ളായിട്ട് അങ്ങോട്ട് പരത്തി എനിക്ക് 2ാമത് പണി ഉണ്ടാക്കി തരും. ഇതിലും അങ്ങനെ തന്നെയാണ് കേട്ടോ നടന്നത്. ഞാൻ കത്തുവോന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ ഞാൻ 1-2 പ്രാവശ്യമൊക്കെ കത്തിച്ച്, പക്ഷേ കത്തിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാനതിട്ട് പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് ആയപ്പോൾ തന്നെ അന്ന് നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ തന്നെ ഒരു വിധമൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. കോഴികൾ വന്ന് ആകെ പരത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് വീണ്ടും അടിച്ച് കൂട്ടിയിട്ട് അങ്ങനെയാണ് ഞാനന്ന് കത്തിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ കുറേ മെനക്കെട്ടു, എൻ്റെ സമയം വേസ്റ്റായി എന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. അങ്ങനെ മുറ്റൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടോ. ഈ ഏരിയകൾ എന്ന് പറഞ്ഞാൽ മുന്നിലാവുമ്പോൾ പിന്നെ നമ്മൾ ആരെങ്കിലും മനുഷ്യന്മാർ കാണൂലെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ക്ലീൻ ആക്കുമല്ലോ. ഇത് സൈഡുകളിലൊക്കെ ആയതുകൊണ്ട് വല്ലപ്പോഴും മാത്രമാണ് ഇങ്ങോട്ടൊക്കെ കയ്യെത്താട്ടോ. എത്ര അധികം അങ്ങനെ വൃത്തിയേടൊന്നും ആവില്ല. ഇപ്പം ഒന്നാമത് മഴക്കാലമായതുകൊണ്ട് പുല്ല് ഉണ്ടാവും, അതേപോലെ തന്നെ ഇലകൾ ഉണ്ടാവും, അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ്. പക്ഷെ എന്നാലും ഒന്നിങ്ങനെ ക്ലീനായി കാണുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് കേട്ടോ. നമ്മളെ മുറ്റത്തെ പരിപാടി കഴിഞ്ഞ് ഇന്ന് കുറച്ചൊരു ക്ലീനിങ് പരിപാടികൾ കൂടിയുണ്ട് കേട്ടോ. നമ്മൾ ഈ പാത്രം കഴുകുന്നതിൻ്റെ മുകളിൽ ചെതലൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പം അവിടെയും കൂടി ഒന്ന് ക്ലീൻ ആക്കാം എന്ന് വിചാരിച്ചു. നമ്മുടെ ജനിക്കുട്ടൻ നല്ല ഉറക്കിലാണ് കേട്ടോ, ആളുണന്നിട്ട് തന്നെ അല്ല. അപ്പം എന്നാൽ പിന്നെ ഈ ഏരിയയും കൂടി അങ്ങോട്ട് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു.
എന്തായാലും നമ്മൾ ഈ പാത്രങ്ങളൊന്നും ഇവിടുന്ന് മാറ്റാതെ ചെതൽ തട്ടിയാൽ പാത്രങ്ങളൊക്കെ കഴിച്ചൊക്കെ കഴുകിയെടുക്കുക നല്ലൊരു പണി തന്നെയായിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ ഇവിടുത്തെ വെള്ളവും നമ്മുടെ പച്ചക്കറി സ്റ്റാൻഡും ഒക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇവിടെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് ഇവിടുന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ തട്ടിയാൽ നമുക്ക് ഈ ഒരു താഴെ ഷീറ്റ് മാത്രം കഴുകിയെടുത്താൽ മതിയല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടുത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ചെതൽ തട്ടുകയാണ് കേട്ടോ. ചെതൽ ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. മൊത്തം ചെതലേനു. ചെതൽ തട്ടിയപ്പോൾ അവിടെയുള്ള പട്ടികകൾ വരെ പൊട്ടിപ്പോയതിൻ്റെ അവസ്ഥയിലായിട്ടുണ്ടേനി. അപ്പോൾ ഇവിടുന്ന് തട്ടുമ്പോൾ അത്ര ഇങ്ങോട്ട് ക്ലിയർ ആയിട്ട് തട്ടാനും ഒന്നും കഴിയണില്ല. അപ്പോൾ ഞാൻ അപ്പുറത്ത് കൂടെ പോയിട്ട് തട്ടാമെന്ന് വിചാരിച്ച് ഞാൻ തട്ടുമ്പോൾ ഓരോരോ പട്ടികകൾ ഇങ്ങനെ പൊട്ടി പോരേനി കേട്ടോ. അപ്പം ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ പാത്രത്തിൻ്റെ അവിടേക്ക് ചാടുന്നത് മാത്രം തട്ടി വൃത്തിയാക്കിയിട്ടുള്ളതിന് കേട്ടോ. അവിടെ ചെന്ന് തൊട്ട് നോക്കുമ്പോൾ ആ ഭാഗം മൊത്തം ചെതലായി പോയിട്ടുണ്ടേനി കേട്ടോ. മറ്റേ ഞാനിങ്ങനെ ചെതലൊന്നും പിടിച്ചാൽ നിൽക്കലില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തട്ടലും മുട്ടലൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഈ പരിപാടിക്ക് ഇറങ്ങിയാൽ ജനുമോനും ഒപ്പം ഇറങ്ങുന്നതുകൊണ്ട് ഒറ്റയ്ക്ക് ഈ വക സാഹസികങ്ങളൊന്നും ചെയ്യാൻ മുതിരലില്ല കേട്ടോ. കാരണം ഞാൻ ഇറങ്ങിയാൽ ചിലപ്പോൾ ഓനെ പുതിയ പേരൻ്റെ ആ സ്റ്റെപ്പും കൂടെ കയറി അങ്ങനെയാണ് പോവും, അല്ലെങ്കിൽ ആ തൊടു കൂടെ ഇങ്ങോട്ട് പോവും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ പിന്നെ ഓനെ അങ്ങനെ നമുക്കൊരു പണി എടുക്കാനും കഴിയൂലല്ലോ. അപ്പം ഞാൻ ഇവിടെ കുറച്ച് സ്ഥലം മാത്രം ഇങ്ങനെ തട്ടിയിട്ട് മതിയാക്കാന്ന് വിചാരിച്ചു. ബാക്കി ഇനി കുഞ്ഞുട്ടിക്ക് ലീവുള്ള ദിവസം കുഞ്ഞുട്ടിനെയും കൂട്ടിയിട്ട് ആക്കാം എന്ന് വിചാരിച്ച് ഞാൻ ചെതൽ തട്ടൽ നിർത്തി വെച്ചു കേട്ടോ. ഇത്രയും സ്ഥലം ചെതൽ തട്ടിയെടുത്തേക്കണ്. അപ്പോൾ അതാ നമ്മുടെ ഇവിടെയൊക്കെ നല്ലപോലെ അലമ്പായിട്ടുണ്ട്. കോഴികൾക്ക് ചാകരയാണ് കേട്ടോ. അല്ല ചെതലൊക്കെ വന്ന് തിന്നാൻ വേണ്ടിയിട്ട് ഇവിടെ അതാ കോഴിയമ്മയും മക്കളും കെണിഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ചെതലൊക്കെ ഞാൻ തട്ടിയിട്ടത് കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. നമ്മുടെ തട്ടും മുട്ടും കേട്ടതാ ഇവിടെ ഒരുത്തൻ ഉറക്കം എണീറ്റ് വന്നിരിക്കണം കേട്ടോ. അങ്ങോട്ട് ചിരിച്ച് വർത്താനം പറയുന്നത് എന്താ വെച്ചാൽ ഫാനിനോടാണ് കേട്ടോ. ഫാൻ അവിടെ കറക്കുന്നത് കണ്ടിട്ട് അതിനോട് ചിരിച്ച് വർത്താനൊക്കെ പറയാണ് അമ്മേ. അപ്പോൾ ഓന് ഉണർന്നപ്പോഴേക്കും നമ്മൾ ഒരുവിധം ചെറുകിട പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പുറത്തത്തെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പോൾ ഓനൊക്കെ ഒന്ന് ഭക്ഷണമൊക്കെ കൊടുത്തൊന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് നമ്മുടെ ഇവിടുത്തെ ബാക്കി പണി എടുക്കണത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതൊരു ഫ്ലെക്സ് ആണ്. ആ ഫ്ലെക്സ് ഇതിൻ്റെ ഒരു പഴയ വാതിലാണ് കേട്ടത്. അതിന് മുകളിൽ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾക്ക് പാത്രങ്ങൾ ഇങ്ങനെ കഴുകി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടേക്ക് ആകെ മണ്ണായല്ലോ. അപ്പോൾ ഞാൻ ഇതൊന്ന് ഉരച്ച് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് പാർത്ത് വെച്ചതിന് ശേഷം ഇവിടെ ഉണങ്ങാനുള്ള സമയം കൊടുക്കാനൊന്നുമില്ല കേട്ടോ. കാരണം സെനിമോനും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ പാത്രങ്ങളൊക്കെ വെച്ച സ്ഥലമൊക്കെ കണ്ടില്ലേ, അവിടെയൊക്കെ വന്നിട്ട് ഓരോന്നായിട്ട് വലിച്ചിട്ടൊക്കെ തുടങ്ങിയിരിക്കണേ. അപ്പോൾ എനിക്ക് ഇരട്ടി പണിയാവുന്നതിന് മുന്നേ ഞാൻ വേഗം ഇവിടുത്തെ വെള്ളം തുടച്ചെടുത്തിട്ട് ഇവിടെ പാത്രങ്ങളൊക്കെ തിരിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പൊടിയൊന്നും ആയിട്ടില്ല പാത്രത്തുമ്മേ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെനിമോന് പിന്നെ എൻ്റെ കൂടെ കൂടി എനിക്കത് ഇങ്ങനെ ഇരട്ടി പണിയാവും. ഓൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാത്രമൊക്കെ വലിച്ചിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വേഗം ഇതേപോലെ അങ്ങോട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ പുതിയ ചാനലൊക്കെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.